പോകുന്നതാണ് നല്ലത് എന്നെങ്ങനെ ഇംഗ്ലീഷിൽ പറയും? നീ അവിടെ പോകുന്നതാണ് നല്ലത്, നീ അവരെ സഹായിക്കുന്നതാണ് നല്ലത്. ഇതൊക്കെ നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയും? ഇതിനായി ഒരു സെൻറ്റൻസ് പാറ്റേൺ പഠിക്കുന്നത് നന്നായിരിക്കും. ആ പാറ്റേൺ എങ്ങനെയാണ്? ഹാഡ് ബെറ്റർ പ്ലസ് V1. ഇതിനർത്ഥം ഹാഡ് ബെറ്ററിന് ശേഷം വെർബിൻ്റെ ഫസ്റ്റ് ഫോം അഥവാ പ്രസൻറ്റ് ഫോം, ബേസ് ഫോം ഉപയോഗിക്കുക എന്നതാണ്. ഇനി നമുക്ക് നേരത്തെ പറഞ്ഞ വാക്യങ്ങൾ ഉണ്ടാക്കാം. നീ അവിടെ പോകുന്നതാണ് നല്ലത്. യു ഹാഡ് ബെറ്റർ ഗോ ദെയർ. നീ അവരെ സഹായിക്കുന്നതാണ് നല്ലത്. യു ഹാഡ് ബെറ്റർ ഹെൽപ്പ് ദം. എന്നാൽ നീ അത് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് എന്നെങ്ങനെ പറയും? ഇതൊരു നെഗറ്റീവ് സെൻറ്റൻസ് ആണ്. ആയതുകൊണ്ട് തന്നെ നോട്ട് ചേർക്കണമെന്ന് നമുക്കറിയാം. പക്ഷേ അത് ശ്രദ്ധിച്ചു വേണം. യു ഹാഡ് ബെറ്റർ ഡു ഇറ്റ് എന്ന് പറഞ്ഞാൽ നീ അത് ചെയ്യുന്നതാണ് നല്ലത് എന്നാണല്ലോ. അപ്പോൾ യു ഹാഡ് ബെറ്റർ നോട്ട് ഡു ഇറ്റ് എന്ന് പറഞ്ഞാൽ നീ അത് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് എന്നാവും. ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ കൂടി നോക്കാം. യു ഹാഡ് ബെറ്റർ ഇൻഫോം ഹിം എന്ന് പറഞ്ഞാൽ നീ അവനെ ഇൻഫോം ചെയ്യുന്നതാണ് നല്ലത്. യു ഹാഡ് ബെറ്റർ നോട്ട് ഇൻഫോം ഹിം. നീ അവനെ ഇൻഫോം ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. അവസാനമായി ഒരു കാര്യം കൂടി സൂചിപ്പിക്കട്ടെ. ഈ സെൻറ്റൻസ് പാറ്റേൺ ഉപയോഗിക്കുന്നത് ആർക്കെങ്കിലും ഒരു ഉപദേശം നൽകാനോ അല്ലെങ്കിൽ ഒരു മുന്നറിയിപ്പ് നൽകാനോ ഒക്കെയാണ്. എന്നാൽ ഒരു ഭീഷണിയുടെ സ്വരത്തിൽ നമുക്കിത് ഉപയോഗിക്കാം. യു ഹാഡ് ബെറ്റർ നോട്ട് ഡു ഇറ്റ് എന്ന് പറഞ്ഞാൽ നീ ഇത് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ഈ സെൻറ്റൻസ് പാറ്റേൺ ഉപയോഗിക്കുമ്പോൾ അത് ഒരു ഉപദേശമോ മുന്നറിയിപ്പോ ഭീഷണിയോ ഒക്കെ ആവാം. പക്ഷെ അത് സന്ദർഭത്തിനും നമ്മൾ സംസാരിക്കുന്നതിൻ്റെ ടോണിനും അനുസരിച്ചാണ് എന്ന് ഞാൻ പ്രത്യേകം ഓർമ്മിപ്പിക്കട്ടെ. ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. ഹാപ്പി ലേണിംഗ്.